ഓം ഭുവനേശ്വരി നമഃ. നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളിലൂടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്ക്തിയിൽ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ദിഷ്ടിദോഷം, വാഗ്ദോഷം ഇതൊക്കെ മാറാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പലരും പറയാറുണ്ട് കുഞ്ഞിന് ദിഷ്ടിദോഷമാണ്, വാക്കുദോഷങ്ങൾ അല്ലെ കണ്ണ് കിട്ടിയെന്നൊക്കെ പറയണം. നമ്മൾ സാധാരണ പ്രത്യേകിച്ച് പറയുന്ന ചില വേർഡുകളുണ്ട്. ഈ നാവേറ്, കണ്ണ് കിട്ടുക, അതുപോലെ തന്നെ കരിനാക്ക്, അതുപോലെ നാവിൻ ദോഷം, അറം പറ്റൽ, ഇങ്ങനെയൊക്കെയുള്ള ചില വേർഡുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വാക്കിൽ നിന്ന്, ദൃഷ്ടിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചില ഭാഗമാണ്. ഇതൊരു അനുഭവത്തിന്റെ ഭാഗമാണ്. നമ്മളിനി എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അനുഭവമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഒരു 50% ആൾക്കാർ ഇതില്ല എന്ന് പറയുമ്പോൾ 50% ഉള്ള ആൾക്കാർ ഇതുണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹം കൂടെ ഉണ്ട്. കാരണം അവരുടെ അനുഭവമാണ്. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ പറയപ്പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ദോഷങ്ങൾ ആദ്യം സംഭവിക്കപ്പെടുന്നത് ഈ സൗന്ദര്യമുള്ള കുട്ടികൾ, പെൺകുട്ടിയായിക്കോട്ടെ ആൺകുട്ടിയായിക്കോട്ടെ, ചില കഴിവുകളുള്ള ഒരു എന്താ പറയുക, അതിശോക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഭാസം കാഴ്ചവെക്കുന്ന, കഴിവുകൾ പ്രകടമാക്കുന്ന ചില വ്യക്തിത്വങ്ങൾ. അത് സ്റ്റേജ് പ്രോഗ്രാം ആയിരിക്കും, അല്ലാതെ ആവാം. അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കുക, വാക് സാമർത്ഥ്യത്തോടുകൂടി സംസാരിക്കുക. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കഴിവുകളുള്ള കുട്ടികളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, ഇനിയും മറ്റ് ജീവജാലങ്ങളായിക്കോട്ടെ. ഇപ്പൊ ഒരു നല്ലൊരു പൂച്ചയെ, നല്ലൊരു പട്ടിയോ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികം ചിലർ അത് എടുക്കുകയും ഉമ്മ വെക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യും. ചില ഭവനത്തിന് ചില ദൃഷ്ടിദോഷങ്ങൾ ഉണ്ടാവാം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മൾ ഉപയോഗിക്കുന്ന ചില മെറ്റീരിയൽ, ചിലപ്പോൾ നമ്മൾ ചില ഫോണുകളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് താഴെ വീണ് പൊട്ടുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മുടെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ദൃഷ്ടിപരമായിട്ടുള്ള ചില ദോഷങ്ങളാണ്. ഇതിന് നമ്മൾ അനുഭവിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യപ്പെടേണ്ടത്? ഇതിപ്പം നമുക്ക് ഈ ഒരു ദോഷം നമ്മൾ അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളത് മാറ്റുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം. കാരണം അല്ലെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ കഴിവുകളിൽ പൂർണ്ണ വിശ്വാസം കൊടുക്കുക, അതനുസരിച്ച് തന്നെ പ്രകടമാക്കുക. നമ്മൾ ഏത് കാര്യവും മറ്റുള്ളവരിൽ നിന്ന് പേടിക്കാതെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനൊരു ഒരു എഫേർട്ട് നമ്മൾ എടുക്കുക. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദോഷഫലം നമുക്ക് സംഭവിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കടുക്, മുളക്, വറ്റിലമുളക് ഉണങ്ങിയത്, അതുപോലെ കുരുമുളക്, ഉപ്പ്, ഇവ എല്ലാം കൂടെ ഒരു നുള്ളെടുത്തിട്ട് അത് പാണയില ഉരിയാടാതെ പോയി നമ്മുടെ സ്ഥലത്തൊക്കെ നിൽക്കാറുണ്ട്. നമ്മുടെ അയ്യത്തൊക്കെ നിൽക്കുന്ന സാധനം തന്നെയാണ് പാണയില എന്ന് പറഞ്ഞ സാധനം. ആ ഇലക്കകത്ത് 3 ഇല എടുത്ത് ആ 3 ഇലക്കകത്ത് കൂട്ടിയിട്ട് അത് നമ്മുടെ ശരീരത്തിന് എന്ത് ഭാഗത്തിലാണോ, ഏത് തരത്തിലാണോ സംഭവിക്കപ്പെട്ടത് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് തലയ്ക്ക് ഇടത്തോട്ടൊഴിഞ്ഞ് അത് സമർപ്പിച്ച് അത് കത്തിച്ചു കളയുന്നത് വളരെ നന്നായിരിക്കും.